ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പിയല്ലേ? മാലയിലെ പ്രധാനപ്പെട്ട ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്നും പിടിച്ച ഫ്രഷ് മീനുകളുമായി എത്തുന്നു. പലയിനം ടൂണ മീനുകളാണ് ഇവിടെ കൂടുതലായും വരുന്നത്. മൽദ്വീപൻ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന വിഭവമാണ് മീനുകൾ. ഏകദേശം 10 ടണ്ണിന് മുകളിൽ മീനുകൾ ഇവിടെ ദിവസവും വിൽപ്പനയ്ക്ക് വരാറുണ്ട്. പിടിച്ച മീനുകൾ അധികം വൈകാതെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നതിനാൽ വാങ്ങുന്നവർക്കെല്ലാം ഫ്രഷ് മീനുകളായിരിക്കും ലഭിക്കുക. വാങ്ങുന്ന മീനുകൾ ലൈവായി തന്നെ വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പോലും തോന്നാത്ത വിധം വൃത്തിയാക്കിയിട്ടാണ് ആളുകൾ തിരിച്ചു പോകുന്നത്. എന്തായാലും മാലയിൽ വരുന്നവർക്ക് നല്ലൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പിയല്ലേ? മാലയിലെ പ്രധാനപ്പെട്ട ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്നും പിടിച്ച ഫ്രഷ് മീനുകളുമായി എത്തുന്നു. പലയിനം ടൂണ മീനുകളാണ് ഇവിടെ കൂടുതലായും വരുന്നത്. മൽദ്വീപൻ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന വിഭവമാണ് മീനുകൾ. ഏകദേശം 10 ടണ്ണിന് മുകളിൽ മീനുകൾ ഇവിടെ ദിവസവും വിൽപ്പനയ്ക്ക് വരാറുണ്ട്. പിടിച്ച മീനുകൾ അധികം വൈകാതെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നതിനാൽ വാങ്ങുന്നവർക്കെല്ലാം ഫ്രഷ് മീനുകളായിരിക്കും ലഭിക്കുക. വാങ്ങുന്ന മീനുകൾ ലൈവായി തന്നെ വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പോലും തോന്നാത്ത വിധം വൃത്തിയാക്കിയിട്ടാണ് ആളുകൾ തിരിച്ചു പോകുന്നത്. എന്തായാലും മാലയിൽ വരുന്നവർക്ക് നല്ലൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്.